കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ രാജ്യം കത്തിക്കുന്നവർക്കൊപ്പം തീന്മേശ പങ്കിടുകയാണെന്നാരോപിച്ച ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. സെക്രട്ടറി എസ് ശ്യാം യോഗം ഉദ്ഘാടനം ചെയ്തു. ആർജവത്തോടു കൂടി ചോദിക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ കാമുകനായ MP, കാമുകൻ എന്ന് തന്നെ പറയണം, കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന വേളയിൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളെ മുഴുവൻ ഫ്ലെക്സിൽ നിന്ന് ഔട്ടാക്കിക്കൊണ്ട് പ്രേമചന്ദ്രൻ ആനയിച്ചു കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. പ്രേമചന്ദ്രന്റെ മകന്റെ കല്യാണത്തിന്, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വിരുന്നെത്തിയതാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ കെ പ്രേമചന്ദ്രന്റെ മകന്റെ കല്യാണത്തിന് ഡൽഹിയിൽ നരേന്ദ്രമോദി വിരുന്നെത്തി. നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തായ പ്രേമചന്ദ്രനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, BJP സംഘപരിവാർ സംഘടന അല്ലെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ BJP കോൺഗ്രസ് ഇതര പാർട്ടിയാണ്, കോൺഗ്രസ് ഇതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് പ്രേമചന്ദ്രന്റെ നിലപാടെങ്കിൽ പ്രേമചന്ദ്രൻ എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൂടാ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മതനിരപേക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എല്ലാ സമയത്തും പറഞ്ഞു വെച്ചുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്ന് നല്ല വാക്ചാരുതയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ ജനങ്ങളെ ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ ഒറ്റുകൊടുത്തിരിക്കുകയാണ്. പ്രസിഡന്റ് ഷാഗിൻ കുമാർ അധ്യക്ഷനായിരുന്നു. സുജിൻ സുന്ദരൻ, എബിൻ ഷൈനു എന്നിവർ സംസാരിച്ചു. താഹ ലത്തീഫ്, വിപിൻ, മകേഷ്, സുഗു, ദിനിൽ, സെബാസ്റ്റ്യൻ, ശിവജി, ശശികുമാർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.